Connect through the connected customers. Connect through the connected customers. Connected guest. എന്താ കണക്ട് ത്രൂ ദ കണക്റ്റഡ് ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണക്ട് ത്രൂ ദ കണക്റ്റഡ് കസ്റ്റമേഴ്സ് മീൻസ് one satisfied customer can bring 10 other prospects to this property. One dissatisfied customer will kill in the Google review the whole reputation of the company, no doubt about it. അപ്പോൾ പറയേണ്ടത് എന്താണ്? കണക്ട് ത്രൂ ദ കണക്റ്റഡ് കസ്റ്റമേഴ്സ്. ഒരു കണക്ട് വന്ന് അതിന് 10 കണക്ട് ഉണ്ടാക്കി എടുക്കുക. അത് സെയിൽസുകാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് F&B മുതൽ ആ റൂം ഡിപ്പാർട്ട്മെന്റ്, എവ്രി വൺ കണക്ട് ത്രൂ ദ കണക്റ്റഡ് കസ്റ്റമേഴ്സ്. നെവർ ഡോണ്ട് സെൽ പ്രൊഡക്ട്സ്, ഡോണ്ട് സെൽ products and services, sell emotions and feelings. Emotions and feelings. I mean, never sell products and services, sell emotions and feelings. We are not buying biryani. We are buying how the way you serve the biryani and how the way you explain to the biryani, how the way the taste and feel from the biryani. അതുകൊണ്ടാണ് ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു സീറ്റിലിരുന്നാൽ ആ സീറ്റിലിരുന്ന വ്യക്തിക്ക് ഒരു ബെസ്റ്റ് അടിപൊളി ഹോട്ടൽ, അടിപൊളി ക്ലീൻനെസ്, അടിപൊളി ഹൈജീൻ, അടിപൊളി ഷെഫ് വന്നിട്ട് എക്സ്പേർട്ട് ഡീറ്റെയിലിംഗ്, എവറിത്തിങ് ഇസ് ഗുഡ് ആൻഡ് വെയിറ്റർ ഇസ് കംപ്ലീറ്റ്ലി ഇംപ്രസീവ് എന്ന രണ്ടാമത് റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അതേ സീറ്റിലിരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം കസ്റ്റമേഴ്സ്. അതേ സീറ്റ് തരയും. അവിടെ ഏതെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് സീറ്റ് മാറും. കാരണം ആ സ്പോട്ടിലാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അതിന് പറഞ്ഞ പേരാണ് ഹബ് സ്പോട്ട്. ഈവൻ ഇഫ് ഇറ്റ് ഇസ് കോൾഡ് ഹോട്ട് ബട്ടൺ. ആ ഹോട്ട് ബട്ടൺ അവിടെ പ്രസ്സായി ആ ഏരിയയിൽ. ആ ഹോട്ട് ബട്ടൺ ആണ് അവരെ പിന്നെയും വരാൻ പ്രേരിപ്പിക്കുന്നത്. ക്ലിയർ? ഇനി അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ടത് എന്താണ്? നെവർ സെൽ ടു ബ്രെയിൻ, നെവർ സെൽ ടു ബ്രെയിൻ, നെവർ സെൽ ടു ബ്രെയിൻ, never sell to face, sell to brain. Sell to brain. നമ്മൾ വിൽക്കേണ്ട ഫേസിലല്ല, ബ്രെയിനിലാണ്. ക്ലിയർ? Then customers are not logical creatures. Customers are not logical creatures. അവർ ലോജിക്കൽ ക്രീച്ചേഴ്സ് അല്ല, ഇമോഷണൽ ക്രീച്ചേഴ്സ് ആണ്. ആ കസ്റ്റമേഴ്സ് ഒരിക്കലും ലോജിക്കൽ ക്രീച്ചേഴ്സ് അല്ല. അവർ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പ്രോപ്പർട്ടിയിൽ മോറിസ് ക്യാപിറ്റൽ ലോട്ട്സ് 83 വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് പറഞ്ഞു ഒന്നും അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അവർ ബില്ലടച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത് അഡ്വാൻസ് സെറ്റ് ഇങ്ങോട്ടേക്ക് വരുന്നത് വരെ കിട്ടിയ ഒരുപാട് വാക്കുകൾ ഉണ്ടാവും. ഇവിടെ വരുമ്പോഴുള്ള ഗ്യാപ്പ് അവർക്ക് ഫീൽ ചെയ്താൽ then never be back, no doubt. That's the reason we are telling this sentence is very important. Customers are not the logical creatures. അവർ ലോജിക്കലി പൈസ അടച്ചു. ഇനി കൊടുക്കേണ്ടത് ഇമോഷണൽ ബ്ലെൻഡ് ആണ്, ഇമോഷണൽ എക്സ്പീരിയൻസ് ആണ്, ഇമോഷണൽ ലെഗസി ഫ്രെയിംവർക്ക് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഗസ്റ്റ് അവയർനെസ് ആൻഡ് ഗസ്റ്റ് ഫീൽ ആണ്. അപ്പോൾ another one is called actually the next is you are not a salesperson. You are not a salesperson. You are not a salesperson. You are a doctor. നിങ്ങൾ എന്തായി മാറണം? നിങ്ങളൊരു ഡോക്ടറായി മാറണം. You must be a consultant seller. ഓൾറെഡി ഞാൻ പറഞ്ഞു. ഓക്കെ. അതുപോലെ തന്നെ never do sales. ഒരിക്കലും സെയിൽസ് അല്ല നമ്മൾ ചെയ്യേണ്ടത്. ഗെറ്റ് എ സ്ട്രാറ്റജിക്കൽ കമ്മിറ്റ്മെന്റ്. നമ്മൾ കൊടുക്കണം കമ്മിറ്റ്മെന്റ്, കിട്ടണം കമ്മിറ്റ്മെന്റ്. ഇറ്റ് ഈസ് എ കമ്മിറ്റ്മെന്റ് ഗെയിം. Sales is not a money game. Sales is a commitment game. So always try to understand. Never close a customer. Get a commitment. Give a commitment. Commitment degree എത്രയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പിന്നെ അനലൈസ് ചെയ്യേണ്ടത്. ഫീഡ്ബാക്ക് എന്തിനാണ്? വൈ ദ ഫീഡ്ബാക്ക്? നമ്മൾ കൊടുത്ത കമ്മിറ്റ്മെന്റും അവർക്ക് കിട്ടിയ കമ്മിറ്റ്മെന്റ് ഗ്യാപ്പ് അനലൈസ് ചെയ്യാനാണ് ഫീഡ്ബാക്ക്.